ഹമീദ് ഫൈസി കുടുങ്ങും, വ്യാജരേഖ ഉണ്ടാക്കി 1 കോടി തട്ടിച്ചു. ഇത് കണ്ടപ്പോ ഈ നൗഷാദ് ചെട്ടിപ്പടിക്ക് ഭയങ്കര വേദനായി. അയാൾ അന്വേഷിച്ചു. നൗഷാദ് ചെട്ടിപ്പടി എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് സമസ്തക്ക് പ്രവർത്തിക്കേണ്ട ആളാണ് കേട്ടാ. ഞാൻ അയാളെ കുറ്റം പറഞ്ഞില്ല. അയാൾ സമസ്തയുടെ നേതാവായിട്ടുള്ള ഹമീദ് ഫൈസിയെ ഇങ്ങനെ തരം താഴ്ത്തുന്ന കണ്ടപ്പോ വേദന പൂണ്ട് അന്വേഷിച്ച് മറുപടി കൊടുക്കുകയാണ്. പക്ഷെ എന്താണ് മറുപടി കൊടുക്കേണ്ടത്? ചോദിച്ചത് വേറെ, മറുപടി വേറെ. നിങ്ങളോട് ചോദിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞത് ഹമീദ് ഫൈസി വ്യാജരേഖ ഉണ്ടാക്കി ശമ്പളം അടിച്ചു മാറ്റി, അതുകൊണ്ട് അദ്ദേഹം കുടുങ്ങും, തിരിച്ചടക്കേണ്ടി വരും, 1 കോടി രൂപ തിരിച്ചടക്കേണ്ടി വരും. ഇതാണ് വിഷയം. അത് ചോദിക്കുമ്പോ നിങ്ങൾ വിശദീകരണം എന്താ കൊടുക്കേണ്ടത്? ആരോട് ചോദിച്ചാലും ആ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ഇന്നാളാണ്, അതിന്റെ പ്രസിഡന്റ് മറ്റൊരാളാണ്, അത് KT മുസ്ലിയാർ ഉണ്ടാക്കിയതാണ്, അതിനൊരു കമ്മിറ്റി ഉണ്ട്. ഇതാ മറുപടി. ഹമീദ് ഫൈസിന്റെ മകള് സുലാഫ അവിടെ LKG പഠിച്ചിരുന്നു, അവിടെ ഒന്നായിട്ട് പഠിച്ചു, ഡിഗ്രി വരെ അവിടെ പഠിച്ചിരുന്നു, പിന്നെ MA പുറത്ത് പോയിട്ടുണ്ട്, MA പഠിക്കാൻ പുറത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്ഥാപനത്തിൽ പഠിച്ചവർക്ക് ആദ്യം അവിടെ നിയമനം കൊടുക്കും. പിന്നെ മാൻ മുസ്ലിയാറുള്ള കാലത്ത് തന്നെ ഈ 3 പേർക്ക് നിയമനം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ എന്താ? നിങ്ങൾ പറഞ്ഞതാണ് ചെട്ടിപ്പടി എന്ന് പറഞ്ഞാൽ പരപ്പനങ്ങാടിയിലാണ്, പരപ്പനങ്ങാടി എന്ന് പറഞ്ഞാൽ മലപ്പുറത്താണ്, മലപ്പുറം എന്ന് പറഞ്ഞാൽ കേരളത്താണ്, കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാണ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്താണ്. ഇതാ നിങ്ങൾ പറഞ്ഞ മറുപടി. എന്തെങ്കിലും ചോദിച്ചത്? നൗഷാദ് ചെട്ടിപ്പടി ടീം സമസ്ത കരുവാരക്കുണ്ട്, ഏതെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതല്ല. ടീം സമസ്ത കരുവാരക്കുണ്ട് 2021 5/11/2021 സമസ്ത കൊടുത്ത ലെറ്ററാണ്, കത്താണ്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹമീദ് ഫൈസിയുടെയും മകളുടെയും തട്ടിപ്പ്. ഇത് അന്വേഷിക്കണമെന്നും ഇത് പുറത്തു വന്നാൽ സമസ്തക്ക് അപമാനമാകുമെന്നും ആളുകളുടെ ഇടയിൽ വലിയ അത്ഭുതമുണ്ടാക്കുമെന്നും ആരുടെയും പേര് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇതിന് ശരിക്കും അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന് സമസ്ത മുഷാവറങ്ങളോട് ടീം സമസ്ത കരുവാരക്കുണ്ട് ആത്മാർത്ഥമായിട്ട് എഴുതിയ കത്താണ്. അത് സമസ്ത മുഷാവറങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ല, അതിലവർ പുറത്തേക്ക് വിട്ടു. നിങ്ങളത് അറിഞ്ഞിട്ടില്ലേ? അന്വേഷിക്കി. അതിലെന്താ പറഞ്ഞത്? അതിന് ഹമീദ് ഫൈസി അവിടെ അധ്യാപകനാണ്, അല്ലെങ്കിൽ പിന്നെ സുലാഫ് അവിടെ ഹമീദ് ഫൈസിന്റെ മകളാണ്, അവരെ വീട് അവിടെയാണ്, അവരെ വീടിന് ടൈൽസ് ഇട്ടേക്കണു. അതും നല്ല ആളുകൾക്ക് അറിയേണ്ടത്. ആളുകൾ ചോദിക്കുന്നത് ഹമീദ് ഫൈസി കള്ളത്തരത്തിൽ ഒപ്പിട്ടു, അവിടെ അറബിക് കോളേജ് അധ്യാപകനായി നിയമിതനായി, അതിനുശേഷം അയാൾ കോളേജ് കാര്യമായിട്ട് വരാറില്ല. അയാൾ 10 മണിക്ക് വരേണ്ട ആള് 11:30 1:30 വരും, തിരിച്ച് നേരത്തെ പോവും, വിദേശയാത്രക്ക് പോകുമ്പോൾ ഒന്നായിട്ട് ഒപ്പിടും, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഒപ്പ് നാളെ വന്നിട്ടിടും. ഭയങ്കര ക്രമക്കേട് ഹമീദ് ഫൈസി ചെയ്തപ്പോ ആർക്കും പരാതി കൊടുക്കാതെ സ്വകാര്യമായി സമസ്ത മുഷാവറങ്ങൾക്ക് പരാതി കൊടുത്തു. ആരെങ്കിലും വർത്താനം? ഇനി ഹമീദ് ഫൈസിന്റെ മകള് അവിടെ LKG പഠിച്ചത് അങ്ങോട്ട് ചോദിച്ചത്, അല്ലെങ്കിൽ ഹമീദ് ഫൈസിന്റെ മകളല്ലാന്ന് ആരെയും പറഞ്ഞോ? ഹമീദ് ഫൈസിയുടെ മകള് കോഴിക്കോട് ഫ്ലാറ്റിൽ പാർക്കാണ്. അതേ സമയത്ത് ഇവിടെ UP സ്കൂൾ അധ്യാപികയാണ്. അവർ പഠിപ്പിക്കാൻ വന്നിട്ടില്ല. അവർക്ക് പകരം വേറൊരു അധ്യാപകനാണ് ഒപ്പിട്ട് കൊടുത്തിരുന്നത്. അത്തരം ഒരു തട്ടിപ്പ് നടത്തിയാൽ സർക്കാർ വിടൂല. ഈ 2 പ്രശ്നം ഇവിടെ ഉള്ളൂ. അതിന് നിങ്ങൾ എന്താ പറഞ്ഞത്? ഹമീദ് ഫൈസിയെ വേദനപ്പെടുത്തരുത്, ഹമീദ് ഫൈസി കരുവാരക്കുണ്ടുകാരനാണ്, കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലാണ്. ഇതാ ചോദിച്ചത്, ഇതാ മറുപടി. നൗഷാദ് ചെട്ടിപ്പടി മറുപടി പറയുമ്പോ ആത്മാർത്ഥമായിട്ടൊന്ന് അന്വേഷിച്ച് മറുപടി പറയണ്ടേ? നിങ്ങൾ അന്വേഷിച്ചു പറഞ്ഞോ? നിങ്ങൾ ഹമീദ് ഫൈസിയെ അല്ല, നിങ്ങളെ കമ്മിറ്റിയിൽ എടുത്തുള്ള കൂറ് കാണിക്കുകയാണോ? നിങ്ങളെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ കൂറ് കാണിക്കോ? നിങ്ങള് എന്താ മിണ്ടാതിരുന്നൂടെ? അല്ല നല്ലത്. ഒരു മനുഷ്യന്റെ ദോഷം സമൂഹത്തിന്റെ ഇടയിൽ ആരും വിളമ്പൂല ആവശ്യമില്ലാതെ. ഒരാളൊരു ദോഷം ചെയ്താൽ അള്ളാഹുവിനോട് തൗബ ചെയ്യാം, പടപ്പുകളോടാണെങ്കിൽ അവരോട് പൊരുത്തപ്പെടിയിക്കാം, ഇടപാടുണ്ടെങ്കിൽ കൊടുത്തു തീർക്കാം. എന്നിട്ട് തൗബ ചെയ്താൽ അള്ളാഹു പറയുന്നു, ഞാൻ ഗഫാറാണ്, ഞാൻ എൻ്റെ അടിമകൾക്ക് ഒരുപാട് പുറത്തു കൊടുക്കുന്നവനാണ്.
പക്ഷെ എന്തിനാണ് ഈ ഹമീദ് ഫൈസിയുടെ ദോഷം ആളുകളിൽ പറയുന്നത്? ഹമീദ് ഫൈസി എന്ന് പറഞ്ഞാൽ സമസ്തയിൽ ഫിത്തനക്ക് തുടക്കട്ടാളാണ്. വാഫി കുട്ടികളെയും അവിടുത്തെ സ്ഥാപനങ്ങളെയും വേദനിപ്പിക്കുകയും പുറത്താക്കുകയും ചെയ്യാൻ ചരട് വലിച്ചവനാണ്. വാഫികൾ വഹാബികളാണെന്ന് മലപ്പുറം റോസ് ലോഞ്ച് സ്റ്റോറിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചവനാണ്. അത്തരം ഒരാൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയത് കൊണ്ട് അത് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞാൽ ഈ ഹമീദ് ഫൈസി ഒരാളും വിശ്വസിക്കേണ്ട, അയാൾ പറഞ്ഞത് കള്ളത്തരമാണ്, ഇയാളെ തന്നെ കള്ളനാണെന്ന് ആളുകളുടെ ഇടയിൽ പരസ്യപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ തട്ടിപ്പിൽ നിന്നും ഇദ്ദേഹത്തിന്റെ സുന്ദരമായിട്ടുള്ള വാക്കിൽ നിന്നും ആളുകൾ വീഴാതിരിക്കാൻ ഇയാളെ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ട് സമസ്തയെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരാളുടെ ദോഷം മറ്റൊരാളോട് പറഞ്ഞ് നമ്മുടെ സഹോദരനെ നമ്മളാരും ഇകഴ്ത്തുന്നില്ല, അപമാനിക്കുന്നില്ല. നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്, നമ്മളെല്ലാവരും പരസ്പരം സഹോദരന്മാരാണ്. അതുകൊണ്ട് ഒരാളുടെ ദോഷം മറ്റൊരാളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് വഷളാക്കുക എന്ന നമ്മുടെ രീതിയല്ല. പക്ഷെ എന്താ ഹമീദ് ഫൈസിനെ പറ്റി പറഞ്ഞത്? ഹമീദ് ഫൈസി പിത്തനക്കാരനാണെന്ന് ജനങ്ങളെ അറിയിക്കുകയാണ്. അതാ അവിടെ ചെയ്യേണ്ടത്. നൗഷാദ് ചെട്ടിപ്പടി നിങ്ങളെ കമ്മിറ്റിയിൽ എടുത്ത കൂറും ആ വിധേയത്വം നിങ്ങൾ കാണിക്കണ്ട. യാഥാർത്ഥ്യം ആളുകൾക്ക് മനസ്സിലാവും.